എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരള പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഒന്ന് നോക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കുറച്ച് മുട്ടയും കുറച്ച് പാലും ചേർത്ത് ആവശ്യത്തിന് മൈദയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബോൾ പിടിച്ച് വെച്ചിട്ട് മാവ് ആയതിനു ശേഷം ഇതുപോലെ നൈസായിട്ട് വീശിയെടുക്കുക. ബോൾ പിടിച്ച് വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വീശിയെടുക്കാൻ പാടുള്ളൂ. അപ്പം നല്ല രീതിയിൽ നമുക്ക് നൈസായിട്ട് വീശിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നൈസാക്കി വീശിയെടുത്തതിന് ശേഷം ഓയിലും ഡാൽഡയും സമാസമം ചേർത്തതിന് ശേഷം നല്ലപോലെ എല്ലാ ഭാഗത്തും ഒരുമിച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ട് അതിൻ്റെ ഇതിൽ മൈദപ്പൊടി വിതറി കൊടുക്കുന്നത് നല്ലതാണ്. മൈദപ്പൊടി വിതറി കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ പൊറോട്ട എടുത്ത് കല്ലിലിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്കത് നല്ലതുപോലെ ലെയർ കിട്ടും. ലെയർ ഓപ്പണായി വരാൻ ഒരുപാട് സഹായിക്കും. ഡാൽഡ ഓയിലും കുറയ്ക്കാൻ പാടില്ല. ആവശ്യത്തിന് നല്ലപോലെ കൊടുക്കണം. പൊറോട്ട പരത്തുന്നതും ശ്രദ്ധിച്ച് പരത്തണം. ഇതുപോലെ പരത്തണം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അങ്ങനെ അധികം ബലം കൊടുത്ത് അങ്ങനെ പരത്താൻ പാടില്ല. അപ്പം അങ്ങനെ പരത്തി കഴിയുമ്പം നമ്മളെ ലെയറൊക്കെ പോയി ലാസ്റ്റ് ചപ്പാത്തിയായി മാറും പൊറോട്ട. അതുകൊണ്ട് സിമ്പിളായിട്ട് ചെറിയ രീതിയിലേ പരത്തിയെടുക്കാൻ പാടുള്ളൂ. പരത്തിയെടുത്തതിന് ശേഷം നമ്മളെ തവയിലെ ചൂടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം കറക്റ്റ് നല്ല രീതിയിലെടുത്ത് തവയിലും നമ്മൾ ആവശ്യത്തിന് ഓയിൽ കുറച്ച് കൊടുത്തതിന് ശേഷം തിരിച്ച് ഇളക്കിയെടുത്ത് 5-6 പൊറോട്ടയാണ് ഒരുമിച്ച് ചുടുന്നതാണെങ്കിൽ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടിക്കുന്ന സമയത്ത് മാറി അടിക്കണം. മുകളിലത്തെ പൊറോട്ടയാണ് രണ്ടാമത് താഴെയാക്കിയിട്ട് രണ്ടാമത് അടിക്കണം. ഇതൊക്കെ ചുറ്റി വെച്ച മാവാണ്. ഇതെല്ലാം അടിച്ച പൊറോട്ടയാണ്. നല്ല ഒന്നാം തരം നല്ല സൂപ്പർ പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നൂൽ പൊറോട്ടയാണ്. നൂൽ പൊറോട്ട ഉണ്ടാക്കാനുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുമുണ്ട്. താഴെ നോക്കിയാൽ